السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، جعلنا من عباده المؤمنين، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبد الله ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 26/2/2021 അൽ ഖുശൂഉ ഇൻദ തിലാവത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഭയഭക്തിയോടെ പാരായണം ചെയ്യുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ജുമുഅ ഖുത്ബ പ്രതിപാദിക്കുന്നത്. ആമുഖമായി അല്ലാഹുവിനെ വഴിപ്പെടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹ് ഫഉലൈക ഹുമുൽ ഫായിസൂൻ എന്ന ഖുർആനിക സൂക്തമാണ് ഉദ്ധരിക്കപ്പെടുന്നത്. അഥവാ ആര് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ അവർ തന്നെയാണ് വിജയികൾ. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിനെ അനുസ്മരിക്കപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു വിറകൊള്ളുന്നവരാണ് സത്യവിശ്വാസികൾ. അല്ലാഹുവിന്റെ നാമം സ്മരിക്കപ്പെട്ടാൽ മുഅ്മിനിന്റെ ഹൃദയം ഭയം കൊള്ളണം. അല്ലാഹുവിന്റെ കൽപ്പനക്കവൻ വഴിപ്പെടണം. അല്ലാഹുവിന്റെ ഔന്നത്യത്തിനു മുന്നിൽ അവൻ വിനയവിധേയനാവണം. അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. ഏറ്റവും വിശിഷ്ടമായ വൃത്താന്തമാണ് അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. വചനങ്ങളിൽ പരസ്പര ചേർച്ചയും ആവർത്തനവുമുള്ള ഗ്രന്ഥമാണിത്. അത് കേൾക്കുമ്പോൾ തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ രോമാഞ്ചമണിയുന്നു. പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അല്ലാഹുവിനെ ഓർക്കാൻ പാകത്തിൽ വിനീതമാവുകയും ചെയ്യുന്നു. മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അതവരുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാകുന്നവരാണ്. അവരുടെ ആ സ്വാധീനം ഭയപ്പാടിലൂടെ അവരുടെ ഖുർആൻ പാരായണത്തിൽ തന്നെ പ്രകടമാവുകയും ചെയ്യും. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ അഹ്സനിൻ നാസി ഖൗതൻ ബിൽ ഖുർആൻ അല്ലദീ ഇദാ സമിഅ്തുമൂഹു യഖറ ഹസിബ്തുമൂഹു യഖ്ശല്ലാഹ്. ജനങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ, ഒരാളുടെ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അയാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാരെയാണോ അത്തരം ഖുർആൻ പാരായണക്കാരാണ് ഏറ്റവും സുന്ദരമായ ഖുർആൻ പാരായണം ചെയ്യുന്നയാളുകളെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിൻ എങ്ങനെയാണ് തന്റെ രക്ഷിതാവിനെ ഭയപ്പെടാതിരിക്കുക? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ഭയചകിതനാവാതിരിക്കുക? ആ ഖുർആനു മുന്നിൽ അടിയുറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ പോലും വിനയവിധേയമായി പോയിട്ടുണ്ട്. അള്ളാഹു തന്നെ പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. നാം ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്മേലാണ് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയത്താൽ ആ പർവ്വതമേറെ വിനീതമാകുന്നതും പൊട്ടിപ്പിളരുന്നതും താങ്കൾക്ക് കാണാമായിരുന്നുവെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ വചനം ശ്രവിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ അവിടുത്തെ ഹൃദയം ഭയചകിതമാവുമായിരുന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം പ്രവാചകർ ഇങ്ങനെ പറഞ്ഞുവത്രേ, ഇഖ്റഅ അലയ്യ, താങ്കൾ എനിക്ക് ഖുർആൻ പാരായണം ചെയ്തു തരണമെന്ന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തുടർന്ന് പറയുന്നു, ഫഖറഅതു സൂറത്തുൻ നിസാ, ഞാൻ പ്രവാചകന് സൂറത്തുൻ നിസാ പാരായണം ചെയ്തു കൊടുത്തു.
ഹത്താ ഇദാ ബലഗ്തു ഖൗലഹു തആല, അങ്ങനെ ഞാൻ പാരായണം ചെയ്ത് ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹൗലാഇ ഷഹീദാ, പ്രവാചകരെ, എല്ലാ സമുദായത്തിൽ നിന്നും നാം ഓരോ സാക്ഷിയെയും അവർക്കു സാക്ഷിയായി താങ്കളെയും നാം ഹാജരാക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന വചനം വരെ ഞാൻ പാരായണമെത്തിയപ്പോൾ റഫഅതു റഅസി, ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തി നോക്കി എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഫറഅയ്തു ദുമൂഅഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസീൽ, അപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് എനിക്ക് കാണാനായി എന്നും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ വചനവുമായി ബന്ധപ്പെട്ട മുഅ്മിനിന്റെ സ്ഥിതിവിശേഷം ഇങ്ങനെയാണ്. തന്റെ സൃഷ്ടാവിനെ ഓർക്കുമ്പോൾ ഇങ്ങനെയാണ് സത്യവിശ്വാസി ആയിത്തീരുക. അവൻ വിധേയപ്പെടും, അവൻ ഭയചകിതനാകും, അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അള്ളാഹുവിന്റെ തണലല്ലാതെ, അള്ളാഹു നൽകുന്ന സവിശേഷമായ സംരക്ഷണമല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഒരു ദിവസം 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണൽ നൽകും. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, അക്കൂട്ടത്തിൽ പ്രവാചകർ ഇങ്ങനെയും പറഞ്ഞു, ഒരാൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും അപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നയാളാണെന്ന്. അല്ലാഹുമ്മ ജഅൽനാ ലികിതാബിക താലീൻ, അല്ലാഹുവേ, ഞങ്ങളെ നീ നിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തേണമേ. വലി ആയാതിഹി മുതദബ്ബിരീൻ, നിന്റെ ആയാത്തുകളെക്കുറിച്ച്, നിന്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ. വലി അംദിക മുഅദ്ദിമീൻ, നിന്റെ കൽപ്പനകൾക്ക് വില കൽപ്പിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ. വമിൻ ഖശ്യതിക മുഷ്ഫിഖീൻ, നിന്നെ നന്നായി ഓർക്കുന്ന, നിന്നെക്കുറിച്ച് ഭയപ്പാടുള്ളവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ വിശേഷിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഒരിടത്ത് ഇങ്ങനെ പറയുന്നത് കാണാം, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ, അല്ലാഹുവിന്റെ സൂക്തങ്ങൾ അവർക്കു പാരായണം ചെയ്യപ്പെട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കുമെന്ന്. മുഅ്മിൻ അല്ലാഹുവിന്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ വചനങ്ങളിൽ അവന്റെ ഹൃദയം ഭയചകിതമാകുമ്പോൾ, അള്ളാഹുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവന് ഭയപ്പാടുണ്ടാകുമ്പോൾ മുഅ്മിനിന്റെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും, അവന്റെ കർമ്മങ്ങൾ നന്നായിക്കൊണ്ടിരിക്കും. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ദൂതരോടുമുള്ള അനുസരണയിൽ അവന്റെ സ്വഭാവങ്ങൾ സുന്ദരമായി മാറും. അങ്ങനെ ഉന്നതമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അവന് വന്നുചേരും. അങ്ങനെ സ്വന്തം കുടുംബത്തോടും അയൽവാസികളോടും അവൻ നല്ലത് ചെയ്യുന്നവനായിത്തീരും. അതിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവവും ഇടപാടുകളും അവനിൽ നിന്ന് സാധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ആ ഖുർആനിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യാം. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് ശീലമാക്കി മാറ്റാം. അതുതന്നെയാണ് ഭൗതികവും പാരത്രികവുമായ വിജയത്തിന്റെ രഹസ്യവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.